2025 കേരള സഭ ഹരിതശീല വർഷമായി ആചരിക്കുമെന്ന് KCBC. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയുടെ 10ാം വാർഷികാഘോഷത്തിന്റെയും ആഗോള സഭയുടെ മഹാജൂബിലിയോടനുബന്ധിച്ചുള്ള കേരള സഭ നവീകരണത്തിന്റെ ഭാഗമായി സഭയിൽ ഹരിതശീല പ്രയത്നങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും KCBC ആഹ്വാനം ചെയ്തു. 2025 ജനുവരി മുതൽ 2026 ഡിസംബർ വരെയുള്ള 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ രൂപതകളെയും ഇടവകകളെയും സ്ഥാപനങ്ങളെയും ഹരിതചട്ടങ്ങൾ പാലിക്കുന്ന കാർബൺ ന്യൂട്രൽ സംവിധാനങ്ങളായി രൂപാന്തരപ്പെടുത്തുക, ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഗ്രീൻ ഓഡിറ്റ് നടത്തുകയും ഹരിതചട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തഫലം നമ്മുടെ നാട്ടിൽ പോലും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കേരള മെത്രാൻ സമിതി കാർബൺ ന്യൂട്രൽ ആകാനുള്ള ആഹ്വാനം നൽകിയിട്ടുള്ളതെന്നും KCBC അറിയിച്ചു. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം സ്നേഹം പങ്കുവയ്ക്കലാണെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ആഗസ്റ്റ് മാസം 6 മുതൽ 8 വരെ ക്യൂബിക് സിറ്റിയിൽ നടക്കുന്ന നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടിയാണ് സന്ദേശം നൈറ്റ്സ് ഓഫ് കൊളംബസ് മേധാവി പാട്രിക് ഇ കൊല്ലിക്ക് കൈമാറിയത്. സന്ദേശത്തിൽ അരക്ഷിതാവസ്ഥയിലൂടെ നിഴൽ വിരിയുന്ന ഈ ലോകത്തിൽ നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം പാപ്പ നന്ദി അർപ്പിച്ചു. ഒപ്പം കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അംഗങ്ങൾ നൽകുന്ന ക്രിസ്തീയ സാക്ഷ്യത്തെ പാപ്പ അഭിനന്ദിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ മതനിന്ദ ആരോപിച്ച് ക്രൈസ്തവ വിശ്വാസിയായ യുവതിക്ക് നേരെ ഇസ്ലാം മതസ്ഥരുടെ കൂട്ടാക്രമണം. ഗോജ്ര തഹസിൽ കാദോർ ഗ്രാമത്തിലെ ജനക്കൂട്ടം 2 കുട്ടികളുടെ അമ്മയും ക്രൈസ്തവ വിശ്വാസിയുമായ സൈമ മസിഹിനെയാണ് ആക്രമികൾ കൊല്ലാൻ ശ്രമിച്ചത്. ഖുർആന്റെ പേജുകൾ അവഹേളിച്ച് ഇസ്ലാമിക മതവികാരം വ്രണപ്പെടുത്തിയെന്ന് മുഹമ്മദ് ഹൈദർ എന്ന വ്യക്തി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. പോലീസ് കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ജനക്കൂട്ടം സൈമയെ കൊല്ലുമായിരുന്നുവെന്ന് മൈനോറിറ്റീസ് അലയൻസ് പാകിസ്ഥാൻ അറ്റോർണി അക്മാൽ ബാട്ടി വെളിപ്പെടുത്തി. മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സീറോ മലബാർ സഭ മുഴുവന്റെയും ആലോചനാ യോഗമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം ആഗസ്റ്റ് 22 വ്യാഴാഴ്ച മുതൽ. പാലാ രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ. പാലയിലെ അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് വേദി. ആഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. 5 വർഷത്തിലൊരിക്കൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാ നിയമം. സീറോ മലബാർ സഭ 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടക്കുന്നത് 1998 മാനുഷികമായി അസാധ്യമെന്ന് കരുതുന്നവയെ പോലും സാധ്യമാക്കാൻ സഹായിക്കുന്നവനാണ് ദൈവമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ഓഗസ്റ്റ് 7 ബുധനാഴ്ച വത്തിക്കാനെ പോൾ 6 ഹാളിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച മധ്യേ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. യേശുവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്നും നമ്മുടെ ശക്തിക്കതീതമായ കാര്യങ്ങൾക്ക് മുന്നിൽ ദൈവത്തിൽ സഹായം കണ്ടെത്താനും അതുവഴി നമ്മുടെ പരിമിതികളെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു.